കേരളത്തിൽ കാലവർഷം ശക്തമായി തുടരുകയാണ്. വരും നാളുകളിൽ ഇനിയും മഴ കനക്കാനാണ് സാധ്യത എന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നാം നിർബന്ധമായും പാലിക്കേണ്ട ചില മുന്നൊരുക്കങ്ങളുണ്ട്. വീട്ടിൽ വെള്ളം കയറും എന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായും പാലിക്കുക. കെട്ടിടത്തിനകത്തും പുറത്തും നൽകിയിരിക്കുന്ന മുഴുവൻ താൽക്കാലിക വൈദ്യുതി കണക്ഷനുകളും വിച്ഛേദിക്കുക. കെട്ടിടത്തിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്നതും വെള്ളം കയറുന്നതുമായ സ്ഥലങ്ങളിൽ മോട്ടോറുകൾ, ലൈറ്റുകൾ, മറ്റുപകരണങ്ങൾ എന്നിവയിലേക്കുള്ള വൈദ്യുതി ബന്ധം ഉടൻ തന്നെ വിച്ഛേദിക്കുക. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ തറനിരപ്പിൽ വെള്ളം കയറുന്നതിന് മുൻപായി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. KSEB ഓഫീസിൽ വിളിച്ച് കണക്ഷൻ വിച്ഛേദിക്കുക. ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അവ ആദ്യം ഡിസ്കണക്ട് ചെയ്യുക. ജനറേറ്ററുകൾ, ഇൻവെർട്ടറുകൾ മുതലായവ അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രം പ്രവർത്തിപ്പിക്കുക. ഇവ ഉപയോഗിക്കുന്ന സമയത്ത് സുരക്ഷിതമായും ശ്രദ്ധയോടും കൂടി മാത്രം ഉപയോഗിക്കുക. ഇതുപോലെയുള്ള ഉപകരണങ്ങളുടെ അടുത്ത് ഒരിക്കലും കുഞ്ഞുങ്ങളെ നിർത്തുകയോ ഇതിലേതെങ്കിലും ഒന്ന് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യരുത്. മൊബൈലും ചാർജിംഗ് ലൈറ്റും ആവശ്യത്തിന് മാത്രം ഉപയോഗപ്പെടുത്തുക. സാധനങ്ങൾ നീക്കം ചെയ്യുമ്പോൾ കഴിവതും ഷൂസ് തന്നെ ധരിക്കുക. കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ആദ്യമേ മാറ്റാൻ ശ്രദ്ധിക്കുക. ഫർണിച്ചറുകൾ അവസാനം മാറ്റിയാൽ മതിയാകും. ഡോക്യുമെന്റുകൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവ വെള്ളം കയറാത്ത വിധം കവറുകളിലാക്കി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക. പൈപ്പ് ലൈനുകളുള്ളവർ വാൽവ് ഓഫ് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്തേക്ക് പെട്ടെന്ന് തന്നെ മാറാൻ ശ്രദ്ധിക്കുക. വളർത്തുജീവികളുണ്ടെങ്കിൽ അവയെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുക. കഴിയില്ലെങ്കിൽ മറക്കാതെ അവയെ അഴിച്ചുവിടാൻ ശ്രദ്ധിക്കണം. എല്ലാ ജീവനുകളും വിലപ്പെട്ടതാണ്. പരിഭ്രാന്തരാവാതെ മേൽപ്പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമുക്കേവർക്കും കൃത്യമായി പാലിക്കാം.